ശബരിമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ 6 മുതൽ 12 വരെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നാമജപ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനൊരുങ്ങി ഹിന്ദു ഐക്യവേദി. ദേവസ്വം ബോർഡ് രാജിവെക്കുക, ദേവസ്വം അഴിമതി, CBI അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരിക്കും നാമജപ യാത്ര. എല്ലാ അയ്യപ്പ വിശ്വാസികളും പങ്കാളികളാകാൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ആവശ്യപ്പെട്ടു. MS വീണ കൂടുതൽ വിവരങ്ങൾ നൽകും. വീണ, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങളും നിരവധി തെളിവുകളുമാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നത്. തുടർ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഭക്തർക്കടക്കം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ഞെട്ടലുണ്ട്, വിഷമങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വിഷയങ്ങളിലടക്കം സർക്കാർ, ഇതിനെക്കാട്ടിയും നിസാരമായിട്ടുള്ള വിഷയങ്ങളിലടക്കം സർക്കാർ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യവും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്ന് അത് ചർച്ചയായതിനു ശേഷം പോലും സർക്കാരോ ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയോ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. മാധ്യമങ്ങളോട് തുറന്ന് പ്രതികരിക്കുവാനും തയ്യാറായിട്ടില്ല. ആചാര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് സർക്കാർ അടക്കം മുഖ്യമന്ത്രി അടക്കം പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമവും ഒക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്നുമുണ്ട്. ചില കാര്യങ്ങളിൽ സർക്കാർ വെട്ടിത്തുറന്ന ചില നിലപാടുകളും പറയാറുണ്ട്. എന്നാൽ ആചാര സംരക്ഷണത്തിന് ഭക്തരുടെ വികാരങ്ങൾ മാനിക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും സർക്കാരും പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ, വലിയ വിവാദ വിഷയങ്ങൾ, അത് ഞെട്ടിക്കുന്ന സത്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ആചാര സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഈ മാസം 6 മുതൽ 12 വരെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാമജപ പ്രതിഷേധങ്ങൾ രൂപീകരിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുള്ള സർക്കാർ പക്ഷേ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. എന്നാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഭക്തരുടെ വികാരങ്ങൾ മാനിക്കുന്ന കാര്യത്തിലും മുൻഗണന നൽകുന്നുവെന്ന് പലപ്പോഴും സർക്കാർ പറയുമ്പോഴും ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കുവാൻ വൈകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന തെളിവുകൾ അടക്കം പുറത്തു വരുമ്പോഴും മാധ്യമങ്ങളടക്കം തുടരെ വാർത്തകൾ നൽകുമ്പോൾ പോലും മുഖ്യമന്ത്രിയുമായ ആഭ്യന്തര വകുപ്പായാലും ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഹിന്ദു ഐക്യവേദി ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള നാമജപ പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. അതും 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെയായിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ ഭക്തരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഭക്തരുടെ വികാരങ്ങളെ സംരക്ഷിക്കണമെന്നും ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ മൗനത്തിനെതിരെയുമുള്ള ശക്തമായ നിലപാട് തന്നെയാണ്, പ്രതിഷേധം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം ദേവസ്വം ബോർഡ് രാജിവെക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ദേവസ്വം അഴിമതി CBI അന്വേഷിക്കണം എന്നുള്ളത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് അടക്കം ഈ ഒരു വിഷയങ്ങളിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഴിചാരുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്, അയാൾ തന്നെ വരുത്തിവെച്ച വിനയാണ് അടക്കമുള്ള കുറ്റപ്പെടുത്തലുകളിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത് നമ്മൾ കണ്ടു. ദേവസ്വം പ്രസിഡന്റ് അടക്കം ഈ ഒരു വിഷയത്തിൽ തന്റെ ഭരണകാലത്തല്ല എന്നുള്ള ഒരു ന്യായവാദം നിരത്തുന്നതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും സ്വീകരിച്ചത്. എന്നാൽ ദേവസ്വം പ്രസിഡന്റ് ഏത് കാലത്താണെങ്കിലും തന്റെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുമ്പോൾ, താൻ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോൾ അതിന്റെ ചുമതലകൾ, അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്, ചുമതലയുണ്ട്. എന്നാൽ തന്റെ ഭരണകാലത്തല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പഴി പറയുന്നു എന്നുള്ള തരത്തിലേക്ക് നിലപാട് മാറുന്നു. ആ നിലപാട് തന്നെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നതും. ഇന്ന് പ്രതികരിച്ചപ്പോഴും ചില ചോദ്യങ്ങളോടൊന്നും മറുപടി പറയാൻ തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഈ വിഷയങ്ങളടക്കം ഭക്തരെ അടക്കം വേദനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശബരിമല അത്രയും പവിത്രമായി കാണുന്ന ഭക്തരടക്കം ഒരു മണ്ഡലകാലം കൂടി അടുക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ ഘട്ടത്തിൽ ഇത്രയും വിവാദങ്ങളും അതുപോലെ തന്നെ കേസും വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഭക്തരെ അത് മാനസികമായി അലട്ടുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ഭക്തരുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് സർക്കാർ അടക്കം ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാത്ത ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഐക്യവേദി ശക്തമായ നിലപാട് അറിയിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നാമജപ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുവാനും ഒപ്പം തന്നെ ഭക്തരുടെ വികാരങ്ങൾ സർക്കാരിന് മുന്നിൽ തെളിയിക്കുവാനും തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതും. തുടർന്നുള്ള ദിവസങ്ങളിൽ 6 മുതൽ 12 വരെ ശക്തമായ പ്രതിഷേധം, നാമജപ പ്രതിഷേധം തന്നെയായിരിക്കും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നതും. അനു, ശരി.